ജയിലായാൽ മന്ത്രിമാർ പുറത്താകുന്ന ബില്ലിൽ പ്രതിപക്ഷമില്ലാതെ സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കാൻ കേന്ദ്രത്തിന്റെ ആലോചന. എന്നാൽ JPSൽ ചേരുന്നതിൽ ഇന്ത്യ സഖ്യത്തിൽ ഇപ്പോഴും ഭിന്നത തുടരുന്നുണ്ട്. JPSൽ ചേരണമെന്ന് ഇടതുപക്ഷവും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ആവശ്യപ്പെടുന്നുണ്ട്. ബഹിഷ്കരണമെന്ന നിലപാടിലാണ് സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, എങ്ങനെയാണ് പ്രതിപക്ഷത്ത് ഈ വിഷയത്തിലൊരു ചർച്ച നടന്നിരിക്കുന്നത്? നേരത്തെ ജയിലിലാകുന്നവർ ഭരിക്കാൻ വരേണ്ട എന്നൊരു തീരുമാനമെടുക്കുന്നതിനോട് ശശി തരൂർ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണം നടത്തിയിരുന്നു. അതുകൂടാതെ കോൺഗ്രസിൽ ആരൊക്കെയാണ് അതിനോട് അനുകൂലിച്ച പ്രതികരണം നടത്തിയിട്ടുള്ളത്? പരസ്യമായി അങ്ങനെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? സ്മൃതി, ഇക്കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് മന്ത്രിമാർ, മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആരുമാകട്ടെ, ജയിലിലായാൽ 5 വർഷം ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് എങ്കിൽ 30 ദിവസം ജയിലിൽ കിടന്നാൽ 31-ാം ദിവസം അയോഗ്യരാകുന്ന ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ അവതരിപ്പിച്ചത്. വലിയ പ്രതിഷേധമായിരുന്നു അന്ന് പാർലമെന്റിന്റെ ഇരു സഭകളിലും കണ്ടത്. ഏതായാലും ഈ പ്രതിഷേധത്തെ തുടർന്ന് ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനുള്ള തീരുമാനം എടുത്തു. പക്ഷേ സംയുക്ത പാർലമെന്ററി സമിതി ഇതുവരെ രൂപീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഏതായാലും പ്രതിപക്ഷം ഇതുവരെ ഈ സംയുക്ത പാർലമെന്ററി സമിതിയിൽ ചേരുന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല. ഇക്കാര്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ വലിയ ഭിന്നതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും JPCയിൽ ചേരില്ല എന്ന് പ്രഖ്യാപിച്ചിരുന്നു. കോൺഗ്രസിൽ വലിയൊരു വിഭാഗം JPCയിൽ ചേരണ്ട എന്ന് പറയുന്നുണ്ട്. അതേസമയം മറ്റൊരു വിഭാഗം JPCയിൽ ചേരുന്നതാണ് നല്ലത് എന്ന ഒരു അഭിപ്രായം പറയുന്നവരുമുണ്ട്. ഒരുപക്ഷെ ശശി തരൂരിനെ പോലുള്ള നേതാക്കളൊക്കെ ആയിരിക്കും ആ നിലപാട് സ്വീകരിക്കുന്നത്. ഇടതുപക്ഷ പാർട്ടികൾ ആവശ്യപ്പെടുന്നത് JPCയിൽ ചേർന്നുകൊണ്ട് ഒരു അഭിപ്രായം പറയണം എന്നതാണ്. ഏതായാലും ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതിപക്ഷ നിരയിൽ നിന്ന് ഏതെങ്കിലും ഒരു പാർട്ടി ഈ JPCയിൽ ചേരും എന്ന കാര്യത്തിൽ അനുകൂല നിലപാട് സ്പീക്കറെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെ JPC രൂപീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രധാനമായും നീക്കം നടത്തുന്നത് പ്രതിപക്ഷമില്ലാതെ ഒരു സംയുക്ത പാർലമെന്ററി സമിതി രൂപീകരിക്കാൻ സാധിക്കുമോ എന്നതാണ്. സാങ്കേതികമായും നിയമപരമായും കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ യാതൊരു തടസ്സവുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പ്രതിപക്ഷമില്ലാതെ ഒരു സംയുക്ത പാർലമെന്ററി സമിതി, രാജ്യസഭയിലെയും ലോക്സഭയിലെയും ഭരണപക്ഷ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സമിതി ചരിത്രത്തിൽ ആദ്യമായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചുകൊണ്ട് ഈ ബില്ലിന് അനുകൂലമായി പ്രതിപക്ഷം തന്നെ വരാത്തതുകൊണ്ടാണല്ലോ എന്നൊരു ന്യായീകരണം പറയാനും കഴിയും സുനിൽ. പക്ഷെ അപ്പോഴും JPSൽ ഭൂരിപക്ഷത്തിന്റെ തീരുമാനമാണല്ലോ നടപ്പാവുക. അങ്ങനെ നോക്കുമ്പോൾ ഭരണപക്ഷത്തിന്റെ നിലപാട് തന്നെയാണ് നടപ്പാവുക. എന്തുകൊണ്ടാണ് ഈ ജയിലിലായാൽ മന്ത്രിമാർ പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ജയിലിലാക്കുന്ന തന്ത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ അതിനെ അനുകൂലിക്കുന്ന പ്രതിപക്ഷത്തെ നേതാക്കൾ അതിനെങ്ങനെയാണ് വിശദീകരിക്കുന്നത് സുനിൽ? സ്മൃതി, എന്തായാലും ഇത് വ്യാപകമായി ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഈ ബില്ലിനെ എതിർക്കുമ്പോൾ അത് തെറ്റായ സന്ദേശം ജനങ്ങളിൽ വരുത്തും എന്നാണ് പൊതുവെ ഈ ബില്ലിനെ അനുകൂലിക്കുന്നതല്ല, ബില്ലിനെ എതിർക്കാനാണെങ്കിൽ പോലും ഈ JPCയിൽ ചേരണം എന്ന് ആവശ്യപ്പെടുന്ന പാർട്ടികളുടെ നിലപാട്. കാരണം ഈ ബില്ല് എന്നത് അഴിമതിക്കാരായ ആളുകൾ, മന്ത്രിമാർ, അവരെയൊക്കെ തന്നെ ജയിലിലാക്കിയാൽ അവരുടെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടണം എന്നതാണ് പൊതുവെ ജനങ്ങൾ ആഗ്രഹിക്കുക. നേരത്തെ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരിക്കെയാണ് അദ്ദേഹം ജയിലിലായത്. ഒരുപാട് മാസങ്ങൾ അദ്ദേഹം ജയിലിൽ കിടന്നു. അതുപോലെ തന്നെ ദില്ലിയിലെ ആരോഗ്യമന്ത്രി, ദില്ലിയിലെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, ഇവരൊക്കെ തന്നെ ജയിലിൽ കിടന്നു. അപ്പോഴൊക്കെ മന്ത്രിയായപ്പോൾ മന്ത്രി സ്ഥാനം തുടർന്നുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ജയിലിൽ തുടർന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വലിയൊരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ ബില്ലുമായി രംഗത്ത് വന്നത്. അപ്പോൾ ഇതിനെ എതിർക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നത് ജനങ്ങളിൽ തെറ്റായ സന്ദേശം ഉണ്ടാക്കും എന്നതാണ് പൊതുവെ ഈ ഒരു JPCയിൽ ചേരണം എന്ന നിലപാട് സ്വീകരിക്കുന്ന അംഗങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം ഇത് കേന്ദ്ര സർക്കാരിന്റെ ഒരു രാഷ്ട്രീയ അടവാണ്, ഇതൊരു രാഷ്ട്രീയ നീക്കമാണ്, പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചൊതുക്കാനുള്ള നീക്കമാണ് എന്നതാണ് ഇതിനെ എതിർക്കുന്ന പാർട്ടികളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു യോജിപ്പ് പ്രതിപക്ഷ നിരയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ എല്ലാവരും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഭരണപക്ഷ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംയുക്ത പാർലമെന്ററി സമിതി വരുമോ എന്നതാണ് ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുമോ എന്നതാണ് കാത്തിരുന്ന് കാണുന്നത്. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.